എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് BJP നേതാക്കളുടെ പ്രവൃത്തികൾ. ഇപ്പോഴിതാ ശോഭാ സുരേന്ദ്രനും തൻ്റെ നേതാക്കളുടെ പാതയിലേക്ക് വന്നിരിക്കുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഹർജി നൽകിയതെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ശോഭാ സുരേന്ദ്രന്റെ ഹർജി തള്ളിയിരുന്നു. ഹർജി തള്ളുക മാത്രമല്ല 25,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് താൻ പിഴ അടക്കില്ല എന്നാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഹൈക്കോടതിക്ക് മുകളിലും കോടതിയുണ്ട്, സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകുമെന്ന്. പക്ഷേ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അറിയില്ല എന്നും അഭിഭാഷകനോട് പോയി ചോദിക്കണമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അല്ലെങ്കിലും BJP-ക്കാർക്കും സംഘപരിവാറിനും മാപ്പിനെ കുറിച്ചൊന്നും അധികം സംസാരിക്കാൻ കാണില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്തായാലും കോടതികൾ കയറിയിറങ്ങാൻ ശോഭാ സുരേന്ദ്രൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിയമത്തെ പറ്റിയും കോടതി നടപടികളെ പറ്റിയും ബോധ്യമുള്ള, അത്യാവശ്യം വിവരമുള്ള ആരോടെങ്കിലും ഒന്ന് നിർദ്ദേശം തേടാമായിരുന്നു, ഒന്ന് അഭിപ്രായം ചോദിക്കാമായിരുന്നു. പുറത്തേക്ക് എങ്ങും നിങ്ങൾക്ക് അതിന് പോകേണ്ട. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ ഇന്ത്യ കണ്ട മികച്ച ക്രിമിനൽ വക്കീൽ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. മിനിമം പാർട്ടി അധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെയെങ്കിലും നിർദ്ദേശം തേടാമായിരുന്നു. പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്നുള്ള വിധി ഇറക്കിയത് പിണറായി വിജയൻ സർക്കാരല്ല. യഥാർത്ഥത്തിൽ വിധി ഇറക്കിയത് സുപ്രീം കോടതിയാണ്, ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി. സുപ്രീം കോടതി വിധി പറഞ്ഞതിനനുസരിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളെ തടയിടാനാണ് ശോഭാ സുരേന്ദ്രനും നിങ്ങളുടെ പാർട്ടിക്കാരും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ കള്ളക്കേസിൽ കുടുക്കുന്നു എന്ന ഹർജിയുമായി നേരെ സുപ്രീം കോടതിയിലേക്ക് തന്നെ ചെല്ലണം. അണികളുടെ കയ്യടി നേടാനായി എന്തും പറയാമെന്ന് പാർട്ടിക്കാർക്ക് ഒരു വിചാരമുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ, നിങ്ങൾ അങ്ങനെ കരുതരുത്. ഓർമ്മയിൽ ഉണ്ടാകണം നേരത്തെ സംഭവിച്ചത് എന്തെന്ന്. യതീഷ് ചന്ദ്രയ്ക്കെതിരെ പ്രസംഗിച്ചതിന് നിങ്ങൾക്കെതിരെ കണ്ണൂരിൽ ഇപ്പോഴും പോലീസ് കേസുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്നുകൂടി ചിന്തിച്ചോളൂ. ഇപ്പോഴാണെങ്കിൽ 25,000 രൂപ അടച്ചാൽ പ്രശ്നം ഇവിടെ തീരും. അതല്ല സുപ്രീം കോടതിയിലേക്കാണ് എങ്കിൽ എത്ര രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നോ എന്തൊക്കെയാകും കോടതി നടപടികളെന്നോ ആർക്കും അറിയില്ല.